ഹലോ വ്യൂവേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ യൂട്യൂബ് ചാനലിലെ ആദ്യത്തെ ഫുൾ ലെങ്ത് വീഡിയോ ആണ്. ബേസിക്കലി ഞാൻ മലേഷ്യയിൽ ജോലി ചെയ്യുന്ന ഒരാളായതുകൊണ്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾ കാണാൻ പോകുന്ന വീഡിയോസ് മറ്റൊന്നും ആയിരിക്കില്ല. മലേഷ്യയിലെ ചില കൾച്ചേഴ്സ്, ഫുഡ്, ചെറിയ ചെറിയ ട്രാവൽ വ്ളോഗ്സ് അതുപോലുള്ള വീഡിയോസ് ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ ഒരു ബേസിക് കണ്ടന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, നരിവേട്ട സിനിമ ഇവിടെ റിലീസായിട്ടുണ്ട്. അപ്പോൾ ആ സിനിമ കാണാൻ വേണ്ടി നമ്മൾ ആ മോളിലോട്ട് പോകുന്ന വഴിയിലുള്ള ചില വഴിയോര കാഴ്ചകളും ആളുകളും ഒക്കെ ആയിരിക്കും ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഇനി വൈകിക്കുന്നില്ല, നേരെ വീഡിയോയിലോട്ട് പോവാം. നമ്മൾ ഗ്രാബിൽ കയറി നേരെ നമ്മുടെ ലൊക്കേഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ മൂപ്പരെൻ്റെ അക്കൗണ്ടൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ സബ്സ്ക്രൈബ് ചെയ്യണം, മൂപ്പർ ചെയ്യുന്ന പോലെ കമൻറ്റ് ചെയ്യണം. ഏകദേശം ലൊക്കേഷനിൽ എത്തിയിരിക്കുകയാണ്. ഓക്കെ, ബൈ. താങ്ക് യു. ഓക്കെ, മൂപ്പര് സ്ഥലം വഴിയാണ്. ഇതാണ് നമ്മുടെ ലൊക്കേഷൻ. ഈ ഒരു സ്ഥലത്തിനെ മജീദ് ഇന്ത്യ എന്നും പറയും. കാരണം നമ്മുടെ ഇന്ത്യൻ ഷോപ്സും അത്യാവശ്യം എല്ലാം ഇവിടെയുണ്ട്. നമ്മുടെ ജോയ ആലുക്കാസ് ലൊക്കേറ്റഡ് ഇവിടെയാണ്. അതേപോലെ തന്നെ മലബാർ ഗോൾഡ് ഇവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പം നേരെ ചായ കുടിക്കാൻ പോവാണ്. ഞാൻ പറഞ്ഞ ആ മദ്രാസ് കഫേ അവിടെ പോയിട്ടാണ് നമ്മൾ ചായ കുടിക്കാൻ പോകുന്നത്. പോയി നോക്കാം. അത്യാവശ്യം തിരക്കൊന്നും ഇല്ലെങ്കിൽ അവരുടെ പെർമിഷനോട് കൂടെ നമുക്ക് അവിടെ കുറച്ച് ഫുട്ടേജസും ഷോർട്സൊക്കെ എടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു നോക്കാം. ഇതുപോലത്തെ ചായയൊക്കെ കുടിക്കണമെങ്കിൽ കുറച്ച് ദൂരം മുമ്പോട്ട് വരണം. മജി ഉണ്ട്, ടീ ഉണ്ട്. ഇപ്പോൾ ഒരു വാട്ടർ മെലൺ. ചാർജ് കുറവായതുകൊണ്ട് ഫോൺ ഇവിടെ ചാർജിന് ഇട്ടിരിക്കുന്നത് 22%. അപ്പോൾ ഒരു വാട്ടർ മെലൺ ജ്യൂസും കൂടെ കുടിച്ചാലേ ഒരു 50% ചാർജ് ആവും. അപ്പോൾ നമ്മുടെ വാട്ടർ മെലൺ ജ്യൂസ് എത്തിക്കഴിഞ്ഞു. Whisper gently saying you don't know how to keep on trying. It shows something's changing in me. It shows now I'm hardly breathing. There's no right there, way to go. Like a loner without a goal. ഈ സ്ട്രീറ്റിലാണ് അത്യാവശ്യം മലേഷ്യൻസിൻ്റെ കടയും ഇന്ത്യൻസിൻ്റെ കടയും എല്ലാം ഉണ്ട്. കുറച്ചപ്പുറത്ത് നമ്മൾ കണ്ടത് ജോയ ആലുക്കാസ്. അവിടുന്ന് അത് അവിടെ ഫുള്ള് നമ്മുടെ മലയാളീസാണുള്ളത്. ഞാൻ ഒരു വട്ടം പോയിട്ടുണ്ട്. അവിടെ കൂടുതൽ മലയാളീസാണ്. പിന്നെ ഈ ഹനീഫ എന്ന് പറഞ്ഞ ഈ സ്റ്റോറിനകത്ത് പോയി കഴിഞ്ഞാൽ ഇവിടെ കൂടുതലും തമിഴ് ആൾക്കാരാണ്. അവരായിരിക്കും ഷോപ്പിങ്ങിന് വരുന്നതും കാര്യം. മെയിനായിട്ട് കൂടുതൽ നമ്മുടെ നാട്ടിൽ പോകുന്ന ആൾക്കാരൊക്കെ ഇവിടെ വന്നിട്ടാണ് ഷോപ്പ് ചെയ്തിട്ട് നാട്ടിലോട്ട് സാധനങ്ങളൊക്കെ, ചോക്ലേറ്റ്, ബാക്കിയുള്ള യൂട്ടൻസിൽസ്, ഇലക്ട്രോണിക്സ് ഒക്കെ ഇവിടെ നിന്ന് മേടിച്ചിട്ട് പോകും.
ഇപ്പോൾ 5:15 ഒരുപാട് വീഡിയോസ് കവർ ചെയ്യാൻ നിൽക്കാതെ നേരെ സിനിമയ്ക്ക് പോകാൻ തോന്നുന്നുണ്ട്. നേരെ മുകളിലോട്ട് പോകാൻ തോന്നുന്നുണ്ട്. അവിടെ പോയിട്ട് 5th ഫ്ലോറോ 6th ഫ്ലോറോ മറ്റോ ആണ്. അവിടെ ഒരു എത്തി ടിക്കറ്റ് എടുത്ത് കഴിയുമ്പോഴത്തേനും സമയം ഏകദേശം 6:15 ഓക്കെ. Say hi. What's your name? Okay, bye. Where are you from? I'm from India. India. Yeah. I'm from Indonesia. You are from Indonesia. Yeah. Okay. This is my first YouTube video. Yeah. So hello. you're my guest, huh? Ajal. Your channel? Yeah, it's Ajal Sanjeevan. Ajil. Sanjeevan. AJSJ. Bye. Bye. The worries have been stuck within them and turn me into fire and flame. And maybe I was silent alone, hoping that thing might come along. But then again, I wouldn't have known that heaven was mine of their own. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മൾ സിനിമ കാണാൻ പോകുന്ന മോള്. ക്വീൽ സിറ്റി മോൾ എന്ന് പറയും. ഈ വലതുവശത്ത് കാണുന്നത് ക്വീൽ റെസിഡൻസസ്, ലെഫ്റ്റ് സൈഡിൽ നേരെ സ്ട്രെയിറ്റ് കാണുന്നതാണ് ക്വീൽ സിറ്റി മോൾ. അപ്പോൾ നമ്മളങ്ങനെ അവസാനം മോളിലോട്ട് എത്തിക്കഴിഞ്ഞു. ഇനി നേരെ പോയി ടിക്കറ്റ് എടുത്തതിന് ശേഷം ബാക്കി വീഡിയോസ് എടുക്കാം. നമ്മൾ തിയേറ്ററിലെത്തി ടിക്കറ്റ് എടുത്തു കഴിഞ്ഞു. ഒരു ഹാഫ് ആൻ അവറും കൂടെ ഉണ്ട്. കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് വേണം അത്. മലേഷ്യയിൽ വന്ന സമയത്ത് എല്ലാ മലയാള സിനിമകളും ഇവിടെ ഇറങ്ങില്ലായിരുന്നു. ഇപ്പോഴും ഒരുപാട് സിനിമകളൊന്നും നമ്മുടെ നാട്ടിലെ പോലെ റിലീസാവുന്ന ഒട്ടുമിക്ക സിനിമകളൊന്നും ഇവിടെ ഇറങ്ങിയില്ല. അങ്ങനെ ഇറങ്ങുന്ന സിനിമകൾ തന്നെ കുറച്ച് വൈകി ഇറങ്ങാറുള്ളൂ. ഈ നരിവേട്ട തന്നെ ഇന്നലെയാണ് ഇവിടെ റിലീസാകുന്നത്. നാട്ടിൽ ഒരാഴ്ച മുന്നേ റിലീസായി. അപ്പോൾ ഇത് ഇറങ്ങിയാലും ഒരാഴ്ച 10 ദിവസത്തിൽ കൂടുതൽ ഓടാൻ ചാൻസ് ഇല്ല. കാണാൻ ആഗ്രഹമുള്ള മലയാള സിനിമകൾ ഇറങ്ങുമ്പോൾ തന്നെ മലേഷ്യയിലുള്ള മലയാളികൾ ഉടനെ വന്നിട്ട് തിയേറ്ററിൽ തന്നെ കാണണം. അതാണ് നമുക്ക് ആകെയുള്ളൊരു ഓപ്ഷൻ. പിന്നെ സെലക്റ്റീവായിട്ടുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സും തിയേറ്റർ ഓണേഴ്സും മാത്രമേ കിട്ടുന്നുള്ളൂ. GSC ഒക്കെ കുറച്ച് റിനൗണ്ട് തിയേറ്റർ ഓണേഴ്സ് ആയതുകൊണ്ടും അത്യാവശ്യം ഡിസ്ട്രിബ്യൂട്ടേഴ്സ് സപ്പോർട്ടേഴ്സൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് കുറേ പേര് സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടൊക്കെയാണ് ഇതുപോലുള്ള സിനിമകൾ റിലീസാവുന്നത്. ഇതിനു മുന്നേ തുടരും റിലീസായി. തുടരും തിയേറ്ററിൽ തന്നെ കാണാൻ പറ്റി. എമ്പുരാൻ കാണാൻ പറ്റില്ല. കാരണം എമ്പുരാൻ റിലീസ് ഡേറ്റ് മാറ്റിവെച്ച് അവസാനം നമുക്ക് അടുത്തുള്ള തിയേറ്റേഴ്സിലൊന്നും ഈ മോളിലോ ഒന്നും റിലീസായില്ല. അതുകൊണ്ട് എമ്പുരാനൊക്കെ നമ്മൾ അവസാനം OTTയിലാണ് കാണുന്നത്. അടിപൊളി. ഒറ്റ മനുഷ്യനില്ല. പിന്നെ എങ്ങനെ മലയാള സിനിമ റിലീസാവുക? ആദ്യം വിചാരിച്ചത്ര മോശമില്ല. അത്യാവശ്യം ആളുകൾ വന്ന് സിനിമ തുടങ്ങാനാകുമ്പോഴേക്കും കുറേ ആളുകളൊക്കെ വന്നു കഴിഞ്ഞു. ഇതേ കണ്ടില്ല, അത്യാവശ്യം ആൾക്കാരുണ്ട്, കുഴപ്പമില്ല. അപ്പോൾ സിനിമ കഴിഞ്ഞ് ഇറങ്ങി. സിനിമ വലിയ കുഴപ്പമില്ല. അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഏകദേശം ക്ലൈമാക്സ് എത്തി. ഇനി കൂടുതൽ നേരം എടുക്കാനുള്ള ചാർജും ഫോണില്ലാത്തതുകൊണ്ട് ഇതോടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ നമ്മൾ എത്തുന്നുണ്ടാവും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ